നമസ്കാരം. ബിസിനസ് മാസ്റ്ററി ഹബിലെ ഇന്നത്തെ സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവരും സ്വാഗതം. നമ്മൾ ഇവിടെ ബിസിനസിനെ പറ്റിയിട്ടാണ് നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തമായ ഓരോ ബിസിനസ് ഐഡിയയെ പറ്റി, ബിസിനസ് കാര്യങ്ങളെ പറ്റിയിട്ടുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ഇത്രയും ആൾക്കാർക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ബിസിനസിന്റെ അടുത്ത തലങ്ങളെ പറ്റി, അല്ലെങ്കിൽ നമ്മളെല്ലാവരും നമ്മളെ സ്വയം വിളിക്കുന്ന പേരെന്താണ്? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യൂ. ആ പേരൊന്ന് ടൈപ്പ് ചെയ്യാതെ ഒരു ദിവസവും നമ്മൾ തുടങ്ങാൻ പാടില്ല കേട്ടോ. നമ്മളെ വിളിക്കുന്നത് പേര് ജസ്റ്റ് താഴെ ടൈപ്പ് ചെയ്തോളാം. ജസ്റ്റ് കമന്റ് ഇട്ട് യെസ് കമോൺ, അത് തന്നെ കണ്ട. അപ്പോ നമ്മുടെ ബിസിനസ്സിൽ പുതിയ തലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ ബിസിനസ്സിൽ പുതിയ ഹൈറ്റുകൾ താണ്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണെന്ന്. ഇന്നത്തെ ക്ലാസ് മാർക്കറ്റിൽ മുന്നിൽ നിൽക്കാൻ, കസ്റ്റമറുടെ ട്രസ്റ്റ് നേടാൻ, ലാഭം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു 5 പ്രാക്ടിക്കൽ ടിപ്സിനെ പറ്റി പറയാനാണ്. ഇതിൽ താല്പര്യമുള്ളവർ മാത്രം ക്ലാസ് ശ്രദ്ധിക്കുക, അല്ലാത്ത വെറുതെ സമയം വേസ്റ്റ് ആക്കരുത്. മറ്റു പരിപാടികളിലേക്ക് പോകാൻ സമയമാണ് ഏറ്റവും വലുത്. മണി ഇസ് ഈക്വൽ ടു ടൈം ഇസ് ഈക്വൽ ടു മണി എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ നിമിഷത്തിനും പൈസയുണ്ട്, പണി ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ മണി ഉണ്ടാക്കണമെങ്കിൽ സമയം കൂടി നോക്കണമെന്നതുകൊണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഇവിടെ ഇരിക്കുക. ഇന്ന് 5 ടിപ്പുകൾ പറയാം. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇത് ഓരോ പ്രാവശ്യം വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഇതെല്ലാവരും ബിസിനസ്സിലുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ ഒരു കാര്യമാണ്. നമ്മൾ എവിടെയാണോ നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നത്, അതിൽ നമുക്ക് ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ശ്രദ്ധ കുറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് ഓട്ടോമാറ്റിക് അവിടെ കുറയും എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെ? പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിന്റെ ഒരുപാട് ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മെന്റർഷിപ്പ് ക്ലാസ്സിലൊക്കെ വിശദമായിട്ട് അതിനെ തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ? എന്റെ മെന്റർഷിപ്പ് ക്ലാസ്സിൽ വരാത്തവരുടെ അടുത്തേക്ക് നമുക്ക് എല്ലാ ദിവസവും ഒരു രാവിലെ 10-15 മിനിറ്റ് നേരം സംസാരിക്കുന്ന ക്ലാസ്സുകളുണ്ട്. ബിസിനസ് മെന്റർഷിപ്പ് അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ ഇതുപറ്റി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ, മറ്റ് സ്വിച്ച് വേർഡ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ബിസിനസിനെ വിശദമായി നന്നാക്കാമെന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ 2ാമത്തെ പുസ്തകം നോ യുവർ ബിസിനസ് എന്ന പുസ്തകം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ബിസിനസിനെ അറിയുക എന്ന് പറയുന്നത്. മാസ്റ്ററിങ് യുവർ ബിസിനസ് എന്ന് പറയുന്ന ആദ്യത്തെ പുസ്തകം ഏപ്രിൽ 6-ാം തീയതി നിങ്ങൾക്ക് നാട്ടിൽ അവൈലബിൾ ആവും. ഇത് ആമസോണിൽ ഇപ്പോൾ സെല്ലായിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ പ്രിന്റഡ് വേർഷൻ അത് ഏപ്രിൽ 6-നാണ് നമ്മൾ തൃശ്ശൂർ പ്രോഗ്രാമിൽ വെച്ചിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരാനിരിക്കുന്നത് നോ യുവർ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ്സിനെ അറിയുക. ഞാൻ ബിസിനസിനെ പറ്റി പറയുമ്പോഴൊക്കെ കൃത്യമായി പറയുന്നത് വെച്ചാൽ ഒരുപാട് തിയറികൾ പഠിച്ചു വെച്ചത് കൊണ്ടൊന്നും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ നന്നായിട്ട് അറിഞ്ഞാൽ മതി. നമ്മുടെ ബിസിനസ് എങ്ങനെ പോകണം, എന്ത് ചെയ്യണം, അത് മാത്രം നമുക്ക് കൂടുതലായിട്ട് അറിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസിനെ അടുത്ത തലങ്ങളിലേക്ക് ഉയർത്താൻ ആഗ്രഹിക്കുന്നവർക്കോ വേണ്ടിയിട്ടുള്ള 5 ടിപ്പുകളാണ്. ഇതെല്ലാവർക്കും സാധ്യമാകുന്നതാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. വലിയ മുതൽ മുടക്കുകളോ ഒന്നുമില്ലാതെ നിങ്ങളുടെ ബിസിനസിനെ ഉയർത്താനുള്ള ഒരു 5 പ്രാക്ടിക്കൽ ടിപ്പ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് ക്ലാസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് താഴെ ടൈപ്പ് ചെയ്തുകൊള്ളുക, ഐ എം റെഡി എന്നുള്ളത്. ഇത് വളരെ കൃത്യമായി നമ്മൾ തയ്യാറായാൽ മാത്രമേ ഞാനിത് തന്നിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സമയവും കാലവും ഒക്കെ വെറുതെ പോകരുത് എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ കൃത്യമായി നിങ്ങൾ റെഡിയാണ്. ഓക്കെ, താങ്ക് യു ആൾ. താങ്ക് യു. എല്ലാവരും തയ്യാറായാൽ വളരെ സന്തോഷം. ഇനി 2ാമത്തെ ഒരു കാര്യം കൂടി പറയാം. ചാനലിൽ ഇപ്പൊ യൂട്യൂബ് വീഡിയോ, ഇതൊക്കെ യൂട്യൂബിലാണ് വരുന്നത്. യൂട്യൂബിൽ വീഡിയോ വരുന്നുണ്ട്. അപ്പൊ യൂട്യൂബ് വ്യൂസ് കാണുന്നവരോടുള്ള ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ഇത് കാണുമ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ നല്ലതെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്, ഞാനല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ്സ് തരാൻ എനിക്ക് സാധിക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കൂടി അറിയണം. എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ അതിനകത്ത് ഒരു കമന്റ് ചെയ്ത് കണ്ടു, ഡയറക്റ്റ് മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു തരണം. പിന്നെ 2ാമത് പറയുന്നത് ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ പറ്റി പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറെ തിയറികൾ അല്ലെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഞാൻ ഗൾഫിലാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ എന്റെ പ്രാക്ടിക്കൽ വശങ്ങൾ നിങ്ങളോട് പറഞ്ഞ് ചിലപ്പോൾ നാട്ടിലെ കാര്യങ്ങൾ കൃത്യമാവണം എന്നില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ ആ ഫീഡ്ബാക്കാണ് നമ്മുടെ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്. ബിസിനസ് താഴെ ഓരോന്നിനും വീഡിയോ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവട്ടെ. അപ്പോൾ ഇന്നത്തെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ 5 ടിപ്പുകൾ മാത്രം, 5 കാര്യങ്ങൾ മാത്രം പറയാം. ഒന്നാമത്തെ എഴുതി വെച്ചോളൂ. നിങ്ങളുടെ നിഷ് മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയും. എന്താണ് നിങ്ങളുടെ നിഷ് മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത്? ഇത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്.
ഈ നാട്ടിലെ ഫ്ലോക്ക് അനുസരിച്ച് ഒരു കച്ചവടം തുടങ്ങുമെന്നല്ലാതെ അതിനെപ്പറ്റി കൂടുതലായിട്ട് ആലോചിക്കാനും എന്താണ് ഈ ഇതിനകത്തുള്ള ഞാൻ ചെയ്യുന്ന പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള പ്രത്യേകത എന്നൊന്നും കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടൻ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മറ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല. അതിലൊക്കെ അവർ കൃത്യമായി പഠനം നടത്തിയതിനു ശേഷമാണ്, മാർക്കറ്റിംഗ് ടെക്നിക്കൽ പഠിച്ചതിന് ശേഷമാണ് അവർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സാധാരണക്കാരനെ പറ്റിയിട്ടാണ് പറഞ്ഞാൽ മാർക്കറ്റിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു സ്പെഷ്യൽ കാര്യം കണ്ടെത്തുക. കാരണം നിങ്ങൾ ആ ആ പ്രദേശത്ത് ആരും ചെയ്യാത്ത ഒരു കാര്യം, അത് വളരെ കൃത്യമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ ഓർഗാനിക് ഫുഡുകൾ, അല്ലെങ്കിൽ അവിടേക്ക് വേണ്ട IT സേവനങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കമ്പനികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള IT സേവനങ്ങൾ, ചെറിയ ചെറിയ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള IT സേവനങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പ്രാദേശികമായ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും. ഇത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഓരോ പ്രാദേശിക തലത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കൂടുതലാണെങ്കിൽ നമ്മൾ നമ്മുടെ ബിസിനസ് മാസ്റ്ററിയുടെ മെന്റർഷിപ്പ് ക്ലാസ്സുകളിൽ ഓരോ ഐഡിയകൾ പറയുന്നുണ്ട് ഇതിനുപറ്റി ബന്ധപ്പെട്ട്. അപ്പോൾ അതിലെ ഒരു സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഐറ്റം കണ്ടെത്തുക, ഒരു സേവനം കണ്ടെത്തുക, അത് നൽകുക. അത് ആ നാട്ടിൽ ഇല്ലാത്തതാകുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ആയിട്ടും അതിന് എൻക്വയറീസ് ഉണ്ടാവും, അതിന്റെ ലിമിറ്റേഷൻ, അതിന്റെ എല്ലാ വാതായനങ്ങളും തുറന്നുപെടും. പ്രത്യേകിച്ച് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ സാംസ്കാരികപരമായ നമ്മുടെ, സാമൂഹികപരമായ നമ്മുടെ, സാമ്പത്തികപരമായ സവിശേഷതകളൊക്കെ അനുസരിച്ചുകൊണ്ട് ഒരു നിഷ് ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉദാഹരണത്തിൽ പറഞ്ഞു പോകാം. നമ്മളെല്ലാവരും ഇപ്പോൾ എല്ലാം ഫാസ്റ്റ് ഫുഡിന്റെ, എന്റെ ലൈഫിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോഴിക്കോട് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് എൻ്റെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു. അവനൊരു 25-26 വയസ്സായ ഒരാളും കൂടിയിട്ടാണ്. അപ്പോ ഒരു ടാക്സി ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആലോചിച്ചു. അപ്പൊ കോഴിക്കോട് ആ വരുന്ന റോഡിൽ മുഴുവൻ ഫാസ്റ്റ് ഫുഡിന്റെ കടകൾ മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ആക്ച്വലി ഞങ്ങൾക്ക് കഴിക്കേണ്ടത് കുറച്ച് കഞ്ഞിയോ കുറച്ച് ചോറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം വെച്ചാല് മറ്റൊന്നും തൽക്കാലം പോവില്ല, യാത്രയാണ്. അപ്പൊ പിന്നെ ഫാസ്റ്റ് ഫുഡ് ഞാൻ പിന്നെ പൊതുവെ പ്രിഫർ ചെയ്യുന്നത് വളരെ കുറവാണ്. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചു, പക്ഷെ എവിടെയും കണ്ടില്ല. അപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന പയ്യൻ 25 വയസ്സാകാൻ പറയണം, സാറേ ഭയങ്കര വിഷയമാണ്, നാടൻ ഫുഡ് കഴിക്കുക എന്ന് വെച്ചാൽ ആഗ്രഹമാണ്, 5 സ്റ്റാറിൽ പോയി കഴിക്കേണ്ട അവസ്ഥയാണ് നാടൻ ഫുഡ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മൾ എത്ര ആധുനിക ജീവിതശൈലിയിൽ പോയാലും നമ്മുടെ യുവജനം അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ ഇപ്പോഴും പാരമ്പര്യമായ കേരള ഭക്ഷണങ്ങൾ മറക്കാറില്ല. അതിന് പ്രത്യേകതകളുണ്ട്, അതിനോട് ആൾക്കാർ ചേർന്ന് നിൽക്കുന്നു. പക്ഷെ വിഷയം എവിടെയാന്ന് വെച്ചാൽ അതിനെ നവീകരിച്ച രീതിയിൽ ലഭ്യമാക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും കൂടുതലായിട്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നാട്ടില് പച്ചക്കറികളൊക്കെ കടയിൽ വിൽക്കും. നമ്മൾ സാധാരണ ഇങ്ങനെ റോഡ് സൈഡിൽ വിൽക്കുന്ന ഒരു സിസ്റ്റത്തെ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതേപോലെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ക്ലാസ്സിൽ വന്ന ഒരാൾ പറയുകയുണ്ടായി, ഇപ്പോൾ സാമ്പാർ മിക്സ് എന്ന് പറഞ്ഞിട്ട് പാക്കറ്റിൽ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ അതേപോലെ വാങ്ങിച്ചു കൊണ്ടുപോകും. അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചു, അത് എന്തിനാ നാട്ടിൽ സാമ്പാർ മിക്സ് ഇങ്ങനെ പാക്കറ്റ് മേടിക്കുന്നത്, നമുക്ക് ഓരോന്ന് വാങ്ങിച്ചാൽ പറ്റേ? അപ്പോഴാണ് അവർ പറഞ്ഞത്, അത് നമുക്ക് ഭയങ്കര നഷ്ടമാണ് സാറേ. കാരണം ജോലിക്ക് പോകുന്ന രണ്ടുപേര് മാത്രമുള്ള ഫാമിലി സാമ്പാർ മിക്സ് മേടിക്കുക, അല്ലാതെ മറ്റത് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം, ഒരുപാട് കൂടുതൽ വാങ്ങിക്കേണ്ടി വരും, ബാക്കി സാധനം വേസ്റ്റ് ആവും. അപ്പൊ സാമ്പാർ മിക്സ് മാത്രമായിട്ട് പാക്കറ്റായിട്ട് കിട്ടുമ്പോൾ അത് മാത്രം വാങ്ങിക്കുക, നേരെ കൊണ്ടുവരിക, കഴുകുക, വൃത്തിയാക്കുക, എല്ലാം വൃത്തിയാക്കി വെച്ച സാധനമാണല്ലോ. ജസ്റ്റ് ബാക്കി ഒന്ന് ചെറിയൊരു ക്ലീനിങ് മാത്രം നടത്തിയാൽ മതി. അതുകൊണ്ട് നമുക്ക് അതാണ് ലാഭം എന്ന് പറയുകയുണ്ടായി. ഞാൻ ഇതിന് ഉദാഹരണമായിട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനനുസരിച്ചുള്ള ഒരു കാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതൊരു നിഷല്ലേ ഞാൻ ഈ പറഞ്ഞത്. ഇങ്ങനെ ഫൈൻഡ് ചെയ്യുന്നതിനാണ് നിഷ് ഫൈൻഡിങ് എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും നിഷ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ക്ലാസ്സിൽ തന്നെ മറ്റൊരാൾ ഉണ്ടാക്കിയത് പൊതിച്ചോറ് എന്ന് പറയുന്ന സംഭവം. പൊതിച്ചോറിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോഴും. സാധാരണ കിട്ടുന്നതിനനുസരിച്ച് എല്ലാം കൂടി ഒന്നിച്ച് കിട്ടി റെഡിയാക്കി കഴിച്ചാൽ മതിയല്ലോ. അപ്പൊ പൊതിച്ചോറ് പോലുള്ള അങ്ങനെ ഒരുപാട് ഐഡിയകൾ, ഞാനിപ്പോ ജസ്റ്റ് ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഐഡിയകൾ. ഇപ്പോ പായസം, ഔഷധ പായസങ്ങള്, ഹെൽത്ത് കോൺഷ്യസ് ആയ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റും. ഓരോ ടൈമിൽ മാറി വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഗ്രാമീണ രുചി എന്ന പേരിലുള്ള നമുക്ക് ഓർഗാനിക് പഴയ പഴങ്ങൾ, മറ്റു പാക്കറ്റുകൾ, ഇപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പൊ മറ്റൊരു ഉദാഹരണം പറയാം. ഒരാൾക്ക് പായസം കഴിക്കണം എന്ന് കരുതിക്കോ. പായസത്തിന് കുറച്ച് സമയം കിട്ടും, ഒരു ദിവസമൊക്കെ പായസം സുഖമായിട്ട് നിൽക്കും. പക്ഷെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ പായസം കിട്ടുക? നമുക്കൊരു കപ്പിലൊക്കെ ആക്കി നല്ല റെഡി ആക്കിയിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആക്കിയിട്ട് പായസം വിറ്റാൽ പോകില്ലേ? സുഖമായിട്ട് പോകും.
അതുപോലെ നമ്മൾ കറിവേപ്പിലകള്, അങ്ങനെ 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 ഒരുപാട് വീട്ടിൽ ഉണ്ടാക്കിയ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഉദാഹരണം പറഞ്ഞു പോയി, നിങ്ങൾക്ക് ഉദ്ദേശിച്ച് നോക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഓർക്കുക, ആദ്യം നമ്മൾ ചെറിയ മാർക്കറ്റിൽ പിടിക്കുക, എന്നിട്ട് അവിടെ സ്ഥായിയായി നിൽക്കുക, അവിടെ ഒരു പെർമനൻസി ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് വലുതാക്കാൻ ശ്രമിക്കുക. ഒരുപാട് എക്സാമ്പിൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നമുക്ക് എടുക്കാൻ പറ്റും. ഒരുപാട് ഇപ്പൊ ഫ്രഷ് ടു ഹോം ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. ഫ്രഷ് ടു ഹോം ഒക്കെ എന്താ അവർ ചെയ്യുന്നത്? സാധാരണ തന്നെയാണ്, മീറ്റും മറ്റു ഫിഷും ഒക്കെയാണ് ചെയ്തത്. പക്ഷെ ഇന്നോ, ഇപ്പൊ നിങ്ങൾക്ക് റെഡിമെയ്ഡ് പൊറാട്ടകൾ, റെഡിമെയ്ഡ് ചപ്പാത്തികൾ, ഇതൊക്കെ പോസിബിൾ ആണ്. ആരെ കൊണ്ടും പറ്റും. നിങ്ങൾ നമ്മുടെ ആ ചെറിയ മാർക്കറ്റ് കേന്ദ്രീകരിച്ചാൽ മതി, ഇന്ന് വലിയ മാർക്കറ്റിന് ഇല്ലെങ്കിലും. അപ്പൊ ഇനി അതുപോലെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഐഡിയ പറഞ്ഞു പോകാം. ഈ പ്രവാസി മലയാളികളുടെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രവാസി മലയാളികൾക്ക് ഏറ്റവും എല്ലാവർക്കും വീടുണ്ടാവും, പക്ഷെ അവർ വരുമ്പോൾ പൂട്ടിയിട്ട് വരും. പിന്നെ ആ വീട്ടിൽ തിരിഞ്ഞു നോക്കാം. പിന്നെ എന്നെ പോലുള്ള ആൾക്കാരുടെ വിഷയമാണ്, തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. ക്ലീനിങ് ഇല്ല, സമയമില്ല, ഒന്നുമില്ല. കാട് കയറി കിടക്കും. നാട്ടിൽ പോകുമ്പോൾ 10 ദിവസത്തെ ലീവിന് പോകുമ്പോൾ ഈ കാട് വെട്ടാനും വീട് ക്ലീൻ ആക്കാനായിട്ട് അവർ ജീവിതം പൊക്കളി. അപ്പൊ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് എവിടെയൊക്കെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. നമുക്ക് അവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ കൊടുക്കാം, സ്പെഷ്യലൈസ് ആയിട്ടുള്ള സർവീസുകൾ കൊടുക്കാം. ഒരുപാട് ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹോം ഇൻ കേരള എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്മാർട്ട് ഹോംസ് പദ്ധതികൾ നമുക്ക് തയ്യാറാക്കാം. നല്ല ടാലന്റ് ആയ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും, യങ് പീപ്പിൾസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ക്ലീനിങ് ചെയ്ത് കൊടുക്കുക, ആഴ്ചയിൽ പോവുക, അവർ CCTV റെഡിയാക്കി വെക്കുക, ഇലക്ട്രിസിറ്റി നോക്കുക, ബിൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ. ഇപ്പൊ പിന്നെ ബിൽ പേയ്മെന്റ് അങ്ങനെ ആവശ്യമില്ല, ഓൺലൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ നിന്ന് ചെയ്യാം. ബിൽ പേയ്മെന്റ്, ടാക്സ് പേയ്മെന്റ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്ത് സർവീസ് മേടിക്കാവുന്നതാണ്. എല്ലാം പോസിബിൾ ആണ് കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ കണ്ടെത്തുക, അതായത് USP സൃഷ്ടിക്കുക എന്ന് പറയും. എന്താണ് ഇതിന്? എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നത്? സോ എല്ലാവരും ചെയ്യുന്നത് പോലെയല്ല, നമ്മുടെ ബിസിനസ് എന്താണ് സ്പെഷ്യൽ എന്ന് നമ്മൾ തീരുമാനിക്കണം. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ക്വാളിറ്റി കൊടുക്കാൻ പറ്റുമോ? വില കുറക്കാൻ പറ്റുമോ? സേവനം വേഗമുള്ളതാക്കാൻ പറ്റുമോ എന്ന് കസ്റ്റമർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ അവരിലേക്ക് എത്തണം. വെറുതെ നമ്മൾ പറഞ്ഞുകൊണ്ടല്ല, അതിന് എത്തിക്കണം മറ്റുള്ളവരിലേക്ക്. എങ്ങനെ? ഒരു ഉദാഹരണത്തിന്, ഞാൻ കഴിഞ്ഞ നമ്മുടെ ഒരു സ്റ്റുഡന്റിന്റെ ഒരു സ്ലോഗൻ ആയിരുന്നു 24 hours ഡെലിവറി. 24 hours ഡെലിവറി കൊറിയർ സർവീസ് ആണ്. 24 hours ഡെലിവറി ഇല്ലെങ്കിൽ 1 രൂപയും വാങ്ങില്ല. അപ്പൊ ആ സർക്കിള് നമുക്ക് മുൻകൂട്ടി പറയാം, ഇത്ര സർക്കിൾ 24 hours ചെയ്യാൻ പറ്റുന്ന സർക്കിളിന് പറയാം. എന്നിട്ട് ആ സമയത്തിന് നമ്മൾ എത്തിക്കാൻ പറ്റും. നമ്മളെ കൊണ്ട് ഒരു കുഴപ്പമില്ല. 99% സക്സസ് ആയിരിക്കും. ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ ടെക്നിക്കൽ എറർ വരും, അല്ലാതില്ല, വേറെ ഒന്നും ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ കുറെ ഐഡിയാസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോ ഇവിടെ വീഡിയോസ് ഒത്രേ പറയുന്നുള്ളതേ ഉള്ളൂ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് വഴി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക. എന്താണ് നെറ്റ്വർക്കിംഗ് വഴി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക? എന്താണ് നെറ്റ്വർക്കിംഗ് വഴി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരുപാട് ഈവന്റുകൾ ഉണ്ടാവും, ട്രേഡ് ഷോകൾ ഉണ്ടാവും, സെമിനാറുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലുള്ള ഫംഗ്ഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഒരുപാട് ബൂസ്റ്റപ്പ്, വ്യവസായ കേന്ദ്രങ്ങൾക്ക് ഒരുപാട് ബൂസ്റ്റപ്പുകൾ നടത്തുന്നുണ്ട്. ഇതിലൊന്നും നമ്മൾ പങ്കെടുക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഗ്രാന്റുകൾ കിട്ടും, മറ്റു ഒരുപാട് സേവനങ്ങൾ ഇപ്പൊ ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ പൊതുവെ ബിസിനസ് ഇൻഡസ്ട്രിക്ക് വേണ്ടി മാക്സിമം അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ അറിവ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പോവുക, സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ പങ്കുവെക്കുക, അങ്ങനെ പുതിയ ക്ലയൻസിൽ എത്തുക, അവരുമായി പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുക, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുമായിട്ട് പാർട്ട്ണർഷിപ്പ് എത്തുക. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി. കാശിന്റെ അല്ല, ഓക്കെ നിങ്ങൾ ഈ സർവീസ് ചെയ്യോ, ഞാൻ നിങ്ങളുടെ ഈ സർവീസ് ഇങ്ങോട്ട് ചെയ്തു തരാം. ഗീവ് ആൻഡ് ടേക്ക് പോളിസി നമുക്ക് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ ബിസിനസ്സിനും ഒരു പ്രത്യേകതയുണ്ട്. ഒരു ബിസിനസ്സിന് ബന്ധം ഒരു ടീമായാൽ മാത്രമേ വളരുകയുള്ളൂ എന്നറിയാം. ബിസിനസ്സിൽ എപ്പോഴും ബന്ധങ്ങൾ ടീം എഫേർട്ടിലാണ് നടക്കുന്നത്. അപ്പൊ പരസ്പരം അങ്ങോട്ട് ഒരു ഡിസ്ട്രിക്റ്റിൽ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഒരു ക്ലയന്റുമായി അവര് സ്ഥലം ഇവിടെയാണ്, കോഴിക്കോടാണ്, ഞങ്ങൾ വേറൊരു സ്ഥലത്താണ്. അപ്പൊ കോഴിക്കോടുള്ള നമ്മൾക്ക് വേണ്ടുന്ന സർവീസ് അവരവിടെ ചെയ്യുകയും അവരുടെ ഈ ഡിസ്ട്രിക്റ്റിലെ സർവീസ് നമ്മൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി. പക്ഷെ എന്താ, അപ്പൊ അവർക്ക് ഈ ക്ലയന്റുകളെ എടുക്കാം, നമുക്ക് അവരെ എടുക്കാം. പ്രത്യേകിച്ച് ലാഭങ്ങൾ വലിയ ഷെയർ ചെയ്യാൻ പറ്റുന്നതല്ലെങ്കിലും പക്ഷെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, നമ്മൾ ബിസിനസ്സിനെ അടുത്ത തലങ്ങളിലേക്ക് ഉയർത്താൻ പറ്റുമെന്ന്. അപ്പൊ ബിസിനസ് നെറ്റ്വർക്ക് വഴി ബന്ധങ്ങൾ. നാലാമത്തെ കാര്യം, സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫുൾ യൂസ് ചെയ്യുക. വളരെ ലളിതമാണ്, നമ്മൾ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവമേ അല്ല. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഗൂഗിൾ ആഡ്സ് എന്നിവയെ പോലുള്ള ഒരു ട്രെൻഡ്സുകൾ പോലെയുള്ള സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് റെഗുലറായി പോസ്റ്റ് ചെയ്യുക. ഒന്നും ചെയ്യണമെന്നില്ല, നമ്മുടെ ആ പ്രൊഡക്റ്റിന്റെ ഫോട്ടോ എടുത്ത് വെറുതെ കിട്ടാൻ മതി. ഏതെങ്കിലും എവിടെ ക്ലിക്ക് ആവുന്നു പറയാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്ത് പോകുന്നു, എന്തൊക്കെ സംഭവിക്കും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഒറ്റ വീഡിയോ ചിലപ്പോൾ മില്യൺസ് പോയി കളയും.
എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഇൻസ്റ്റയിലിട്ട വീഡിയോ. പറന്നതായിരുന്നു. 1.4 മില്യൺ. ഇപ്പൊ 2 മന്ത്സ് കൊണ്ട് 1.4 മില്യൺ ഒറ്റ വ്യൂസ് ആണ് അതിന്. അത് ബാക്കിയൊന്നും അത്ര പോയിട്ടൊന്നുമില്ല, പക്ഷെ ചിലത് അങ്ങനെയാണ്. അപ്പോ ഇത് നമുക്കറിയാം, കസ്റ്റമറുടെ ഒരു പ്രൊപ്പോസിഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീഡിയോകൾ ചെയ്യുക, ക്വിസുകൾ ചെയ്യുക, അങ്ങനെ ആ ഇതിനെ എൻഗേജ് ചെയ്തുകൊണ്ട് നിർത്തുക. SEO ഒപ്റ്റിമൈസേഷൻ പോലുള്ള ഉപയോഗിക്കുക, വെബ്സൈറ്റുകൾ, ബ്ലോഗുകൾ, എന്നിവയിലൊക്കെ കൊണ്ട് പല പല വഴികളിലൂടെ നമുക്ക് സോഷ്യൽ മീഡിയ, ഞാനൊക്കെ ശരിക്കും നിന്ന് പോകുന്നു സോഷ്യൽ മീഡിയയിൽ. ഇപ്പൊ നിങ്ങൾ എന്നെ അറിയുന്നത് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയ കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇത് കൺസിസ്റ്റൻസി ഓഫ് ആക്ഷൻ ആണ് അതിന്റെ ഏറ്റവും റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. വെറുതെ അക്കൗണ്ട് തുടങ്ങി വെച്ചുകൊണ്ട് കാര്യമില്ല. ഇത് ചെയ്യാൻ നമുക്ക് എല്ലാവരെ കൊണ്ടും പറ്റും. പ്രത്യേകിച്ച് നമുക്കിപ്പോ ഒരു മൊബൈൽ ഫോൺ, ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇതിലെല്ലാം ഉണ്ട്. ഇനി അഞ്ചാമത്തെ കാര്യം, വളരെ ആകർഷകമായ ഓഫറുകൾ നൽകുക. കസ്റ്റമേഴ്സ് ഓൾവേസ് നീഡ് ഓഫർ. കസ്റ്റമർ എപ്പോഴും നോക്കുന്നത് എവിടെ ഓഫർ ഉണ്ടോ അവിടെ പോകും. അതിൽ കൂടുതലൊന്നും കസ്റ്റമറിൽ ഒരു തരത്തിലും ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് ഓഫർ ഉണ്ടോ, എന്നാ പോയിക്കല്ലേ. പുതിയ കസ്റ്റമർക്ക് ഫസ്റ്റ് ടൈം ഓഫർ ആയിട്ട് കൊടുക്കുക, റെഫറൻഷ്യൽ ബോണസ് ആയിട്ട് കൊടുക്കുക, സീസണൽ സെല്ലിങ്ങുകളായിട്ട് കൊടുക്കുക. എന്താ, ഓണം വരുന്നു, വിഷു വരുന്നു, അത് വരുന്നു, നിങ്ങൾക്ക് വേണം നാട്ടിൽ എന്തെങ്കിലും ഉത്സവം പ്രമാണിച്ച്, ലോകത്തിന്റെ ഉത്സവം പ്രമാണിച്ച് കടയിൽ വമ്പിച്ച ഓഫർ സെയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലോയാലിറ്റി പ്രോഗ്രാമുകൾ കൊടുക്കുക. അങ്ങനെ 10 ട്രാൻസാക്ഷൻ നടക്കൂ, ഒന്ന് നിങ്ങൾക്ക് ഫ്രീ തരുന്നു. അപ്പൊ അങ്ങനെ ആൾക്കാർ റിപ്പീറ്റഡ് ആയി വരുന്നുകൊണ്ടേയിരിക്കും. ഇവരെ കൂടുതൽ നമ്മളിലേക്ക് എത്താൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എല്ലാവരും ഇതിനെ നിത്യജീവിതത്തിൽ ഭാഗമാക്കി മാറ്റുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രോഫിറ്റ് മേക്കേഴ്സിനോട് പറയാനുള്ളത്, അവസാനമായിട്ടും ഈ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, ഒന്ന് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ബിസിനസ് മാസ്റ്ററി ഹബിന്റെ എൻ്റെ പ്രിയപ്പെട്ട പ്രോഫിറ്റ് മേക്കേഴ്സിനോട് പറയാനുള്ളത്, നമ്മൾക്ക് 2 തരം ക്ലാസ്സുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റർപ്രണർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ വലിയ ഒരു കോഴ്സിംഗ് നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് മാസ്റ്ററി മെമ്പർഷിപ്പ് പറഞ്ഞിട്ട് നമ്മളൊരു ക്ലാസ് നടത്തുന്നുണ്ട്. അതിലാണ് ഇത്തരം ക്ലാസ്സുകൾ വരുന്നത്. ഇപ്പൊ ഇവിടെ വരുന്നതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും അവർ ക്ലാസ്സായി കൊടുക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് നിങ്ങളുടെ ബിസിനസിനെ പറ്റി ചർച്ച ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് കുറെ ഐഡിയകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും. ഞാൻ കുറെ പുതിയ ടെക്നിക്കുകൾ പഠിപ്പിച്ചു തരുന്നതൊക്കെ അവിടെയാണ് ലഭിക്കുന്നത്. അതിന് ഒരു ചെറിയൊരു മന്ത്ലി ഫീസ് മാത്രമേ ഉള്ളൂ. അതിലേക്ക് നിങ്ങൾക്ക് വരാം. അതുപോലെ തന്നെ എന്റർപ്രണർ മൈൻഡ് സെറ്റ് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചും കൂടി വലിയ തുക കൊടുത്ത് എന്റർപ്രണർഷിപ്പ് നടത്താം. അതുപോലെ ബിസിനസ് മെന്റർഷിപ്പ് നടത്തുന്നുണ്ട്. അത് വളരെ ലിമിറ്റഡ് ആൾക്കാരെ മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് പബ്ലിക്കിൽ എല്ലാവർക്കും ഇല്ല. അത്തരം ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രം ചെയ്തു കൊടുക്കുന്ന ക്ലാസ് ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ചാനലിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും, ഈ കമ്മ്യൂണിറ്റിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഞാൻ പറഞ്ഞു, എൻ്റെ 2 പുസ്തകങ്ങൾ പുതിയതായിട്ട് വരുന്നതിനെ പറ്റി നിങ്ങൾ പറഞ്ഞു. അതൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുക. അപ്പോൾ ഡിയർ പ്രോഫിറ്റ് മേക്കേഴ്സ്, ഓരോ ദിവസത്തിലെയും ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ, സ്ഥിരമായ പരിഷ്കാരത്തിലൂടെ നിങ്ങൾക്കുള്ള വിജയം ഉറപ്പാക്കുക. നിത്യാഭ്യാസി, എന്താ പറഞ്ഞ, ബാക്കി പറഞ്ഞ് നിങ്ങൾ ഫില്ല് ചെയ്തോ. നിത്യാഭ്യാസി, യു ഫിൽ ഇറ്റ്. അപ്പൊ അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ദിവസം ചെയ്താൽ മതി, നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. സുതാര്യമായ നൂതനമായ ചിന്തകളിലൂടെ, നല്ല ബന്ധങ്ങളിലൂടെ, അവയൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഓരോ ദിവസവും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുക. നമ്മുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തുക തന്നെ ചെയ്യും. അതിനായി നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തോ. താങ്ക് യു.